ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് അപ്പോൾ കുട്ടികൾ പോണ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് സ്കൂളിലോട്ട് ചോറ് കൊണ്ടുവന്നുണ്ട്. അവിടെ നിന്നാണ് കഴിക്കാറ്. ഇടയ്ക്കൊരു ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കപ്പോൾ ചോറ് വെക്കണം. അങ്ങനത്തെ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ രാവിലെ അപ്പോൾ ഞാൻ കടി അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ആ കഞ്ഞിയോ ചോറ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചോറും വെക്കണം, അതേപോലെ തന്നെ വെണ്ടക്ക ഉപ്പേരി ആക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടക്കൊക്കെ ഒന്ന് എടുത്ത് കഴുകി റെഡിയാക്കുകയാണ്. അപ്പോൾ അത് മാത്രമൊന്നും ചോറ് കൊണ്ടുപോകണമല്ലോ. കുട്ടിക്ക് ചോറ് വേണ്ട, ഉപ്പേരിയൊക്കെ മതി. പിന്നെ മുട്ട പൊരിച്ചത് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കണം. പിന്നെ ഇങ്ങനത്തെ ദിവസങ്ങളിലാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. ചോറിൻ്റെ പണി, കറിയുടെ പണിയൊക്കെ ഉപ്പേരിയൊക്കെ പെട്ടെന്ന് ആയിക്കോളും. പിന്നെ മീൻ ഇപ്പോൾ തൊട്ടിട്ട് വല്ലാണ്ട് വാങ്ങിക്കാറില്ല. വല്ലാണ്ട് എന്നല്ല, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇറച്ചി പിന്നെ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഉപ്പേരിക്കുള്ളത് തലേ ദിവസം രാത്രി തന്നെ അരിഞ്ഞു വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വെണ്ടക്ക ആയതുകൊണ്ട് തന്നെ അരിഞ്ഞു വെക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അത്ര പെട്ടെന്ന് തിരക്കായിട്ടൊന്നും ആക്കേണ്ട കാര്യമില്ല കേട്ടോ. 9:30 കഴിഞ്ഞിട്ടാണ് വണ്ടി വരിക, സ്കൂളിലോട്ടുള്ള വണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര തിരക്കിട്ടിട്ട് നമ്മൾ ആക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കടിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കും. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചത് നമ്മൾ പാതുട്ടിയുടെ മീനൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട്. തീരെ ചെറുതായിരുന്നു കേട്ടോ കൊടുന്നിടുമ്പോൾ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പോയിട്ട് അവന് വേറെ ബൗളിൽ വേറെ മീൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് അറിയില്ല അതിൻ്റെ പേരൊന്നും പറയാൻ. അതൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ചത്തുപോകും, ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് കാലം ഈട് നിൽക്കാറുണ്ട്. അങ്ങനെ ചോറും ഉപ്പേരിയും അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കുക വേണ്ടേ. നല്ലോണം കഴുകുള്ളൂ. നമ്മൾ പാതുവിനെ ഞാൻ എടുത്തു വെച്ച ചോറ് പാത്രം പറ്റാണ്ട് ഇവിടെ വേറൊരു പാത്രം ഉണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരു ലഞ്ച് ബോക്സ്. അപ്പോൾ അതിൽ കറിപ്പാത്രവും പിന്നെ 2 കറിപ്പാത്രം ഉണ്ട്. അതേപോലെ തന്നെ അതിൽ ടീസ്പൂണ്, ഫോർക്ക് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട്, അത് വേണ്ടടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഒരു അടിക്കുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് അവനെടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തായാലും ചോറ് കൊണ്ടുപോകേണ്ടി വരും അതിൽ. അപ്പോൾ അവന് അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കഴുകണം കേട്ടോ. ഞാനത് ചെയ്യാത്ത കാരണം അവൻ തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് കാണണ്ട, കണ്ടാൽ പിന്നെ അടിയാവും. വേഗം ചോറൊക്കെ ആക്കി റെഡിയാക്കി വേഗം ബേഗിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതുപോലെ തന്നെ വേഗം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ട ഒക്കെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കിയത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൊത്തം 2 ആൾക്കും കൂടെ അങ്ങോട്ട് ചിക്കി എടുക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഉപ്പേരി ഉണ്ടല്ലോ, അപ്പോൾ ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.